കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ സംഘപരിവാർ പ്രതിനിധികളെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധവുമായി UDF സെനറ്റ് അംഗങ്ങൾ. സെനറ്റ് അംഗങ്ങളെ യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ലെന്ന് ചാൻസലർക്ക് UDF അംഗങ്ങളുടെ പരാതി. വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജന്റെ അറിവോടെയാണിതെന്നും UDF അംഗങ്ങൾ പറയുന്നു. വിവരങ്ങളുമായി മേഘ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. മേഘ, ഗുഡ് മോർണിംഗ്. ഈ കാലിക്കറ്റ് സർവകലാശാലയിലുണ്ടായ സംഭവ വികാസങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിന്റെ ബാക്കിപത്രം എന്നോണമാണ് ഇപ്പോൾ ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ UDF അംഗങ്ങൾ സംഘപരിവാർ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നു, അവരെ കയറ്റാത്തതിൽ പങ്കെടുപ്പിക്കാത്തതിൽ പ്രതിഷേധം അറിയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് പ്രിയ. അതായത് കഴിഞ്ഞ കുറേ നാളുകളായുള്ള ആരോപണം ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് അത് കൂടുതൽ വെളിച്ചത്തേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഈ വാർത്തയിലൂടെയും നമുക്ക് വ്യക്തമാകുന്നത്. ഇന്നലെ വലിയ പ്രതിഷേധത്തിനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സാക്ഷ്യം വഹിച്ചത്. അതായത് സംഘപരിവാർ പ്രതിനിധികളെ ഒരു കാരണവശാലും ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നതായിരുന്നു SFIയുടെ തീരുമാനം. ആ തീരുമാനത്തിനനുസരിച്ച് SFI സംഘപരിവാർ പ്രതിനിധികളെ തടയുകയും ചെയ്തു. 9 അംഗങ്ങളിൽ 8 പേരാണ് ഇന്നലെ യോഗത്തിനെത്തിയത്. എന്നാൽ സംഘപരിവാർ പ്രതിനിധികളായ 8 പേർക്കും യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇതുൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ടാണ് UDF സെനറ്റ് അംഗങ്ങൾ, അതാണ് ഏറ്റവും സുപ്രധാനം, UDF സെനറ്റ് അംഗങ്ങൾ ചാൻസലർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഭൂരിഭാഗം, അതായത് പ്രതിനിധികളെ, സെനറ്റ് അംഗങ്ങളെ യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ല എന്നതാണ് UDF ഉന്നയിക്കുന്ന പരാതി. പ്രതിഷേധം തന്നെയാണ് ഈ പരാതിയിൽ UDF സെനറ്റ് അംഗങ്ങൾ രേഖപ്പെടുത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഇന്നലത്തെ യോഗത്തിൽ UDF അംഗങ്ങൾക്ക്, അതായത് ലീഗ് അംഗങ്ങൾക്കും കോൺഗ്രസ് അംഗങ്ങൾക്കും പങ്കെടുക്കാൻ സാധിച്ചിരുന്നു എന്നതാണ് അതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. അതിനു പിന്നാലെയാണ് ഈ UDF സെനറ്റ് അംഗങ്ങൾ ചാൻസലർക്ക് പരാതി നൽകിയിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടെ സുരക്ഷ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും SFI ഏറ്റെടുത്തു, പോലീസ് നിഷ്ക്രിയരായി നോക്കി നിന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഈ കത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഈ വൈസ് ചാൻസലർ MK ജയരാജ് അതിന് കൂട്ടുനിന്നു എന്ന ആരോപണവും കൂടി UDF സെനറ്റ് അംഗങ്ങൾ ഉന്നയിക്കുന്നു. അതായത് സംഘപരിവാറുകാർക്ക് വേണ്ടി കൃത്യമായി തന്നെ UDF അംഗങ്ങൾ ശബ്ദമുയർത്തുന്നു, അവർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ കത്തിൽ വായിച്ചാൽ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുക. ഈ യോഗം കൃത്യമായി അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ യോഗത്തിൽ സംഘർഷമുണ്ടാക്കുന്നു. വൈസ് ചാൻസലറെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്കൊക്കെ തന്നെയും കാര്യങ്ങൾ പോകുന്നു. മറ്റംഗങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് അത് തടയുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും വലിയൊരു കഴിഞ്ഞ കുറേ നാളുകളായി പൊതുമധ്യത്തിൽ ഉൾപ്പെടെ ഉയരുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവ് തന്നെയാണ് ഈ കത്തിലൂടെ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഗവർണർ നോമിനേറ്റ് ചെയ്ത ഈ സംഘപരിവാർ അനുകൂലികളെ ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കാത്തതിനെതിരെ UDF അംഗങ്ങൾ തന്നെ പരാതി ഉന്നയിക്കുന്നു എന്നത് വലിയ വിചിത്രമായ കാര്യമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ കൃത്യമായ ചിത്രം കൂടിയാണ് ഈ പരാതിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. പ്രിയ, മേഘ, KPCC അധ്യക്ഷന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അദ്ദേഹം എന്തായാലും അനുകൂലിച്ച് തന്നെ സംസാരിച്ചിരുന്നു. അത് വലിയ ചർച്ചാ വിഷയവുമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ മുതിർന്ന നേതാക്കളുടെ ഒരു പിന്തുണ വിവിധ വിഷയങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ അക്രമ സമരത്തിനൊക്കെയും പിന്തുണ മുതിർന്ന നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നു എന്നതിന്റെ ആരോപണം ശക്തമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ UDF സെനറ്റ് അംഗങ്ങൾ തന്നെ സംഘപരിവാർ പ്രതിനിധികൾക്ക് വേണ്ടി സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി പ്രതിഷേധം അറിയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പിന്തുണയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ബലത്തിന്റെ കാര്യത്തിൽ UDF ഒട്ടും പിന്നിലല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രിയ, KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം തന്നെ പ്രതികരണം നടത്തിയിരുന്നു. എന്നാൽ അതൊരു നാക്കുപിഴയാണ് എന്ന രീതിയിലാണ് അത് പിന്നീട് അദ്ദേഹം തിരുത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ സുധാകരന്റെ പ്രസ്താവനയോട് യോജിക്കുന്ന പ്രസ്താവന തന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ UDFിലെ തന്നെ സെനറ്റ് അംഗങ്ങൾ സംഘപരിവാറിനു വേണ്ടി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ കാര്യം, ഗവർണർ ഈ സർവകലാശാലകൾ
ഉൾപ്പെടെ കാവ്യവൽക്കരണം നടത്തുന്നെന്ന ആരോപണം പുറത്ത് KSU ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ KSUവിന്റെ നേതൃത്വത്തിലോ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലോ ഒരു പ്രതിഷേധവും ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ യോഗം തുടങ്ങിയത് മുതൽ തന്നെ വലിയ തരത്തിലുള്ള പ്രശ്നം ഉള്ളിൽ സൃഷ്ടിക്കാൻ വേണ്ടി UDFന്റെ സെനറ്റ് അംഗങ്ങൾ ശ്രമിച്ചിരുന്നു. എല്ലാ തരത്തിലും സംഘപരിവാറിനെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് UDF സെനറ്റ് അംഗങ്ങൾ നിലവിൽ ഈ യോഗത്തിൽ തന്നെ കാഴ്ചവെച്ചത്. ഇത് എങ്ങനെയാണ് UDF അംഗങ്ങൾ ഈ സെനറ്റിലേക്ക് വന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച നടന്നിട്ടുണ്ടോ, ഏതെങ്കിലും ഈ ധാരണയുടെ ഭാഗമായിട്ടാണോ ഈ UDF അംഗങ്ങളെ ഈ സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ഇനി വരുന്ന സമയങ്ങളിൽ പുറത്തു വന്നേക്കും. അത് തന്നെയാണ് ഈ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ട സംഘപരിവാർ പ്രതിനിധികളെ പങ്കെടുക്കാത്തതിൽ പ്രതിഷേധവുമായി UDF അംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ ചാൻസലർക്ക് പരാതി നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരങ്ങളാണ് മേഘ മാധവൻ നൽകിയത്.